കൊച്ചുപിച്ചാത്തി നീട്ടിക്കൊണ്ട് ഇങ്ങോട്ട് താടാ, ഞാൻ കൊടുത്തോളാം അവനുള്ള സഹായം എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ രീതിയിലല്ല ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടത്. ഒരു നാട്ടുരാജ്യത്ത് സൂര്യപ്രകാശത്തിൽ രാജാവായും ചന്ദ്രപ്രകാശത്തിൽ സുൽത്താനായും വാഴുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. സ്വന്തം നേട്ടത്തിനായി എന്ത് നശീകരണത്തിനും തയ്യാറാവുന്ന ഒരു ദുരന്ത പുരുഷൻ നാടിന് നൽകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും. നിയമം ഒരു ആയുധമായിട്ടല്ല ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കേണ്ടത്. ചുരുളി കണ്ണീർ കുടിയാൻ അതിന്റെ പേരിൽ ചോരള ദേശത്തെ മരമനന് നന്ദി സമർപ്പണവും ആസന പൂജയും കഴിപ്പിച്ചു. കുറഞ്ഞതൊരു 2 ജോഡി ഭാര്യമാർക്കൊപ്പമെങ്കിലും ദാമ്പത്യ ജീവിതം കഴിച്ച് അതുമ്പലിംഗർ സദാ നിർജ്ജലീകരണത്തിന് ഇരപ്പെടണം. നിരന്തരം പിതൃഭാരം അവർ വർദ്ധിപ്പിക്കണം. സ്വന്തമായി ഒരു ദുരന്തം ഉൽപ്പാദിപ്പിച്ചോ അതല്ലെങ്കിൽ ഉണ്ടായ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ടോ മിനിഞ്ഞാന്ന്, അതായത് ഇക്കഴിഞ്ഞ 2-ാം തീയതി ഈ പോങ്ങന്റെ ജന്മദിനമായിരുന്നു. സ്വാഭാവികമായും സഹജീവികൾക്ക് ഉപകാരമാവുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം തീർച്ചയായിട്ടും ഉള്ളിലുണ്ടായി. അതുകൊണ്ട് മാത്രം പോങ്ങനെന്ന് വീഡിയോ ഒന്നും ചെയ്തില്ല. ഇടതടവില്ലാതെ കരഞ്ഞും അളവില്ലാതെ കണ്ണീരൊഴുക്കിയും ആകാവുന്നത്ര ഭക്ഷിച്ചും ജനിച്ച ദിവസത്തെ പോങ്ങൻ നേരിട്ടു. ജന്മദിനത്തിന്റെ അനന്തരഫലമാണല്ലോ പ്രായവർദ്ധനവ്. അതാണ് കരച്ചിലിന് പിന്നിലുള്ള അടിസ്ഥാന സത്യം. മാത്രവുമല്ല, മരണമെന്ന മാരണത്തിലേക്കുള്ള ദൂരം ഒന്നുകൂടി വെട്ടിക്കുറയ്ക്കുകയാണ് ഓരോ ജന്മദിനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും അത്ര കണ്ട് ആസ്വദിക്കാൻ ഈ പോങ്ങന് സാധിക്കില്ല. അതിനാൽ തിന്നും കരഞ്ഞും പോങ്ങൻ 2-ാം തീയതിയെ തുരത്തി. ഇന്നലെയും വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3-ാം തീയതി മുഴുവനായും ശത്രു പട്ടിക പരിഷ്കരിക്കുന്ന തിരക്കിലായിരുന്നു പോങ്ങൻ. ജന്മദിനത്തെ മറയാക്കിക്കൊണ്ട് പലരും പോങ്ങനെ നിർദ്ദയം തലങ്ങും വിലങ്ങും ആശംസ വീശി ആക്രമിച്ചു. അങ്ങനെ ആശംസ നേർന്നവരെയെല്ലാം ആ ജന്മ ശത്രുക്കളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനും അവർക്കുള്ള മുൻജന്മ പക ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാനും 3-ാം തീയതിയെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ജന്മദിന വിലാപം, വിശപ്പാറ്റൽ, ശത്രുപട്ടികയുടെ പുതുക്കൽ, പകയുൽപാദനം എന്നിവയ്ക്ക് പുറമേ നമ്മുടെ ഇസ്മയിൽ ഹനിയെപ്പറ്റി ഏതാണ്ടൊരു 4 ചാല് സ്മരണ നടത്താനും ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈയുള്ളവൻ തയ്യാറായി എന്നതാണ് നേര്. നട്ടപ്പാതിരാവിൽ കെണിവെച്ച് പിടിച്ച് ഈ മഹാഭാരതം തീഹാർ ജയിലിലിട്ട് വളർത്തുന്ന കൊടും മതേതരനും ഘോരമാനവികനും തീവ്ര സമാധാനവാദിയുമാണല്ലോ നമ്മുടെ റൌഫ് സാഹിബ്. എന്ന് വെച്ചാൽ സാക്ഷാൽ CA റൌഫ്. പോങ്ങന്റെ നോട്ടത്തിൽ ആ കേരളീയ ഹമാസനന്റെ ഫലസ്തീൻ പതിപ്പാണ് ഈ ഇസ്മയിൽ ഹനിയ. അറബി സാഹിത്യത്തിൽ ബിരുദം നേടിയതിനു പിന്നാലെ വിദ്യാഭ്യാസത്തിന് സുല്ലിട്ട ആ ഹമാസനന് സ്വന്തമായി വളരെ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ അണ്ടകടാഹത്തിലുള്ള സകല പുരുഷന്മാരെയും പിടിച്ച് അതുമ്പലിംഗരാക്കണം. സ്ത്രീകളുടെ ശരീരത്തെ മരണം വരെ തുണിയറയിൽ അടക്കം ചെയ്യണം. അറേബ്യ മുതൽ അന്റാർട്ടിക്ക വരെ ഒരൊറ്റ മരുഭൂമിയുടെ കീഴിലാക്കണം. ഒട്ടകം ഈ ഭൂമിയുടെ ദേശീയ മൃഗമാകണം. കുറഞ്ഞതൊരു 2 ജോഡി ഭാര്യമാർക്കൊപ്പമെങ്കിലും ദാമ്പത്യ ജീവിതം കഴിച്ച് അതുമ്പലിംഗർ സദാ നിർജ്ജലീകരണത്തിന് ഇരപ്പെടണം. അതുപോലെ തന്നെ നിരന്തരം പിതൃഭാരം വർദ്ധിപ്പിക്കുകയും വേണം. ഇതര മതസ്ഥരുടെ ദൈവങ്ങളെയെല്ലാം കുറഞ്ഞതൊരു 10 ലക്ഷം കോടി പ്രകാശ വർഷത്തിനപ്പുറമുള്ള ഏതെങ്കിലും ഒരു തമോ ഗർത്തത്തിലേക്ക് തുരത്തണം. പെൺദൈവങ്ങളെ രൊക്കമായും പിടിച്ച് പരിവർത്തനപ്പെടുത്തി ഹൂറികളുടെ എണ്ണവർദ്ധന സാധ്യമാക്കണം. ഇങ്ങനെയുള്ള വളരെ ചില്ലറ ആഗ്രഹങ്ങളുമായി ജീവിതം കഴിച്ചവനാണ് ഇസ്മയിൽ ഹനിയ. ആ ആഗ്രഹം സാധിക്കാനായി ഹനിയന്റെ അനുയായികൾ പന്നിയലികളെ പോലെ മണ്ണിനടിയിൽ തുരങ്ക നിർമ്മാണവുമായി ജീവിതം കഴിക്കുകയുമാണ്. നമുക്കൊക്കെ അറിയാം. ആയുസ് തീരുന്ന മുറയ്ക്ക് ഓരോ ഹമാസനും മണ്ണിന് വെളിയിലേക്ക് തലപൊക്കി നോക്കും. തനിക്കുള്ള വെടികൊള്ളും. കൊണ്ട വെടിയും കൊണ്ട് യാതൊരു പരിഭവവും കൂടാതെ സമൂലം പുകഞ്ഞ് ഹൂറിപദം പോകാൻ പുകയായി പൊങ്ങി മേഘങ്ങളിൽ കലർന്ന സ്വർഗത്തിലേക്ക് അവരങ്ങ് പോകും. അവരിങ്ങനെ പന്നിയലികളെ പോലെ ഭൂമിക്കടിയിൽ തുരങ്കം പണിയാൻ കാരണം ഒന്നേ ഉള്ളൂ. പോങ്ങൻ ഇതൊക്കെയാണ് ഈ നേരങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതായത് മണ്ണിന് മുകളിൽ അതിരുകളുണ്ട്. മനുഷ്യർ പല ഭാഷക്കാരായും പല ദേശക്കാരായും അതിരിട്ട് ജീവിക്കുകയാണ്. അതിര് കടന്ന് എന്തേലും ചെയ്താൽ താടിക്ക് തട്ട് കിട്ടും. അതവർക്ക് വളരെ നന്നായിട്ട് അറിയാം. സമാധാനം എന്തെന്നറിയാത്ത മനുഷ്യർക്ക് തന്നെയാണല്ലോ ഈ ഭൂമിയിൽ ഇപ്പോഴും ഭൂരിപക്ഷം. അതിന് പരിഹാരമായി സമാധാനാസക്തി തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഹനിയായികൾ തങ്ങളുടെ പെണ്ണുങ്ങളെ ഇടതടവില്ലാതെ പെറിയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പക്ഷേ മതിയാകില്ല. അതിനാൽ ഹനിയായിയുടെ അനുയായികളായിട്ടുള്ള പുരുഷന്മാർ ഉന്മൂലന തൊഴിലാളികളായി പല ദേശങ്ങളിലേക്ക് പോകും. അവിടെയൊക്കെ ചെന്ന് വെടികൊടുപ്പും പൊട്ടിത്തെറിയുമായി ആളുകളെ പരേതരാക്കിക്കൊണ്ട് സ്വമേധയാ ഹൂറിപ്പെടും. കണ്ണെഴുതി നടക്കുന്ന ചെഞ്ചുണ്ടരായ കുണ്ടന്മാരെ ചൂണ്ടയിൽ കോർത്തും വശീകരണാസ്പദമായിട്ടുള്ള പ്രണയ സമ്പ്രദായത്തിൽ തട്ടിയെടുത്തും പേറ്റുപണിക്കുള്ള പെണ്ണുങ്ങളെ തുണിയറയിലടച്ച് സമാധാന സേനയുടെ ഭാഗമാക്കുന്ന ഏർപ്പാടും ആവിഷ്കരിച്ചിട്ടുണ്ട്. തരക്കേടില്ലാത്ത നിലയിൽ ലോകമാകെ സമാധാനം പരത്താൻ അതുകൊണ്ടൊക്കെ അവർക്ക് സാധിക്കുന്നുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് മണ്ണിനടിയിലുള്ള ഈ തുരങ്ക നിർമ്മാണം. ഈ ഭൂമിയാകെ തുരങ്കപാത നിർമ്മിച്ചാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ അതിവേഗം ലോകമാകെ പടരാൻ നമ്മുടെ സമാധാനത്തിന് പറ്റും. ആ ഉന്നത്തോടെയാണ് തുരങ്കം തുരക്കുന്ന തുരപ്പന്മാരായി ഹമാസനന്മാർ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. അതിപ്പോ
ഗാസയിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. അത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും ഓരോ ഇടങ്ങളിലേക്കുമായിട്ട്. അതെന്തായാലും ഈ ഭൗമഗോളം സമാധാനത്തിന്റെ പിടിയിൽ പരിപൂർണമായും അകപ്പെടണമെന്ന് ആ ഹമാസനൻ വളരെ ആത്മാർത്ഥമായി കൊതിച്ചു. അതിന് കുറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ ഭൂമിയിൽ സംഭവിക്കണം. അതായത് ഹമാസനൻ ആഗ്രഹിച്ച അത്രയും ചെറിയ കാര്യങ്ങളെങ്കിലും ഈ ഭൂമിയിൽ സംഭവിച്ചാൽ മാത്രമേ സമാധാനം ഭൗമഗോളമാകെ അങ്ങോട്ട് ചുറ്റിത്തിരിയാൻ തുടങ്ങുള്ളൂ. അറബ് സാഹിത്യം പഠിക്കാത്തതിനാൽ പോങ്ങന് തീർച്ചയായിട്ടും ആ ഹമാസനൻ പറഞ്ഞത് മുഴുവനായും അങ്ങ് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഇസ്രായേലിന് അത് മൊത്തമായും പിടികിട്ടി. അതോടെ ഇസ്മയിൽ ഹനിയെ പേറുന്ന സമാധാനാസക്തി, സാഹോദര്യ ബുദ്ധി, സഹജീവി സ്നേഹം, സഹകരണ ഭാവം, സഹിഷ്ണു ചിന്ത എന്നിവയെല്ലാം പരിഗണിച്ച് ഇസ്മയിലിനെ ഇസ്രായേൽ സമുചിതം ആദരിക്കാൻ തീരുമാനിച്ചു. ഇറാനിൽ വെച്ച് ഇസ്മയിലിനെ സമൂലം പുരസ്കരിക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചത്. ഖത്തറിൽ നിന്നും ഇറാനിൽ ചെന്ന് ഇസ്രായേൽ തനിക്ക് സമ്മാനിച്ച അകാല ചരമം എന്ന ബഹുമതി കൈപ്പറ്റിയ ഇസ്മയിൽ ഹനിയ തിരിച്ചു പിന്നെ ഖത്തറിലേക്ക് മടങ്ങാൻ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല. അദ്ദേഹം ഹൂറിപ്പുറത്ത് കയറാനുള്ള തിക്കുമുട്ടലോടുകൂടി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഹൂറിസ്ഥാനിലേക്ക് ചുരമാന്തി പാഞ്ഞു കളഞ്ഞു. ഇസ്മയിൽ ഹനിയ സ്വന്തം കാര്യം നോക്കി ഹൂറിസ്ഥാനിലേക്ക് പോയെങ്കിലും മാനവരാശിക്ക് നൈരാശ്യം വേണ്ടെന്ന് പോങ്ങന് തീർച്ചയായിട്ടും തോന്നി എന്നുള്ളതാണ് നേര്. കാരണം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വകവയ്ക്കാതെ ഹനിയയുടെ അനുയായികളായിട്ടുള്ള ഹമാസിയൻ ഹനിയായികൾ സമാധാനത്തിന്റെ സുഗമ വ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ട് പന്നിയലികളെ പോലെ മണ്ണിനടിയിലുണ്ടല്ലോ എന്നതിൽ മനുഷ്യ സമൂഹത്തിന് തീർച്ചയായും സമാധാനിക്കാവുന്നതാണ് എന്നാണ് പോങ്ങന്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇസ്മയിൽ ഹനിയ ചരമിതപ്പട്ടം സ്വീകരിച്ചതിൽ ഉള്ളുപൊട്ടി ധാരാളം മലയാളികൾ തെരുവിലിറങ്ങിയ കാഴ്ച കണ്ടപ്പോൾ ഒരു കാര്യം പോങ്ങന് മനസ്സിലായി. ഇറാനിലായതുകൊണ്ടാണ്. ഹരിത കേരളത്തിലായിരുന്നുവെങ്കിൽ ഇസ്മയിൽ ഹനിയയ്ക്ക് ഹാനി കൂടാതെ സ്വന്തം കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഇപ്പോഴും കഴിയുമായിരുന്നു എന്ന ഒരു ചിന്ത ഉള്ളിലുണ്ടായി എന്നുള്ളത് നേരാണ്. ജന്മദിനമെന്ന ദുരന്തത്തെ തിന്നും കരഞ്ഞും ശത്രുപട്ടിക പരിഷ്കരിച്ചും പകയുൽപാദനം നടത്തിയും ഹമാസന സ്മരണയിൽ ഏർപ്പെട്ടും മറികടക്കുന്നതിനിടയിലാണ് ശ്രീമാൻ ചുരുളി കണ്ണീർകുടിയൻ ഒരു വാർത്തയായി പോങ്ങന്റെ മനസ്സിലേക്ക് മറിഞ്ഞു വീണത്. ഒരു പ്രകൃതി ദുരന്തം പോലെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൂർണ്ണമായി അത്രയും ആഘാതത്തോടു കൂടിയാണ് എൻ്റെ മനസ്സിലേക്ക് ചുരുളി കണ്ണീർകുടിയൻ വന്നു മറിഞ്ഞു വീണത്. വാർത്തയുടെ ചുരുക്കം ഇതാണ്: ദുരന്ത മേഖലയിലേക്ക് പോകാൻ കച്ച കെട്ടുകയോ ദുരന്തത്തെപ്പറ്റി അഭിപ്രായം പൊഴിക്കാൻ വായ തുറക്കുകയോ ചെയ്യരുത്. അതിന് ശ്രമിക്കുന്നവരുടെ ശാസ്ത്രം പിഴുത് പള്ളൽ കളയും. ചോരളദേശത്തെ ഭരണാധികാരി ഇങ്ങനെ ഒരു ഭീഷണി നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഒതുക്കത്തിൽ ഉത്തരവാക്കി നൽകിയിരുന്നു എന്നുള്ളതാണ് നേര്. സംഭവം നാടാകെ പരന്നു. വളരെ ആക്ഷേപവും പ്രതിഷേധവും അതിനുമേലുണ്ടായി. ആസകലം നാറിയെന്ന് മനസ്സിലായ മരമന്നൻ ഡാവിൽ ഉത്തരവ് റദ്ദാക്കുകയും തന്റെ ഭൃത്യരുടെ തലയിൽ അതിന്റെ പഴി ചാരി വെക്കുകയും ചെയ്തു. ചുരുളി കണ്ണീർകുടിയൻ അതിന്റെ പേരിൽ ചോരളദേശത്തെ മരമനന് നന്ദി സമർപ്പണവും ആസന പൂജയും കഴിപ്പിച്ചു. ആ സംഭവമാണ് വാർത്തയായി പോങ്ങന്റെ മുന്നിലേക്ക് വന്നത്, അല്ലെങ്കിൽ കൺമുന്നിലേക്ക് എത്തിയത്. അതോടെ കനത്ത ഒരു സംശയം ഈ പോങ്ങനിലുണ്ടായി. അതൊന്ന് നിവർത്തിക്കാനാണ്, അല്ലെങ്കിൽ ആ സംശയത്തിനൊരു പരിഹാരം തേടിയാണ് പോങ്ങൻ ഇപ്പോൾ വന്നത്. അത് മാത്രമാണ് പോങ്ങന്റെ ഈ സംസാരത്തിന്റെ ലക്ഷ്യം. അതായത് അഖില ലോക ദുരന്ത പ്രത്യാഘാത നിവാരകൻ എന്ന നിലയ്ക്കാണല്ലോ ഈ ചുരുളി കണ്ണീർകുടിയൻ എന്ന വിരുദൻ മാലോകർക്ക് മുന്നിൽ വിളങ്ങുന്നത്. സത്യത്തിൽ ഇയാൾ അസലാണോ വ്യാജനാണോ? വ്യാജ ഡോക്ടർ, വ്യാജ വൈദ്യൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ വ്യാജ ദുരന്ത പ്രത്യാഘാത നിവാരകൻ എന്ന് ഒരിടത്തും കേട്ടിട്ടില്ല. ഒന്നുകിൽ ഇവൻ വ്യാജനാണ്, അസൽ വ്യാജൻ, അല്ലെങ്കിൽ ഇയാൾ ദുരന്ത നിർമ്മാണ വിദഗ്ധനാവണം. കാരണം ചോരളദേശത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആ മരമന്നനാണ്. അതായത് ലക്ഷണമൊത്ത ഒരു ദുരന്തത്തെ പോലും തിരിച്ചറിയാത്ത ഒരു പോങ്ങൻ, ഒരു പോഴൻ എങ്ങനെയാണ് ദുരന്തത്തിന്റെ പ്രത്യാഘാതത്തെ ലഘൂകരിക്കുക? അതാണ് ഈ പോങ്ങന്റെ സംശയം. ഇനി അയാൾ അസൽ നിവാരകൻ തന്നെയാണെന്നിരിക്കട്ടെ, വ്യാജനല്ല, അസൽ നിവാരകൻ തന്നെയാണെന്നിരിക്കട്ടെ, ദുരന്ത നിവാരകൻ തന്നെയാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ പോങ്ങൻ അയാളോടൊരു സംശയം തീർച്ചയായിട്ടും ചോദിക്കാനുണ്ട്. അതായത് ഒരു നാട്ടുരാജ്യത്ത്, സങ്കല്പിച്ചാൽ മതി, ഒരു നാട്ടുരാജ്യത്ത് സൂര്യപ്രകാശത്തിൽ രാജാവായും ചന്ദ്രപ്രകാശത്തിൽ സുൽത്താനായും വാഴുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഇരിക്കാനുള്ള അധികാരമല്ലാതെ ഭരിക്കാനുള്ള അവകാശം ആ ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക. തന്റെ പ്രജകളെ അഭിസംബോധന ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ തനിക്ക് പിന്നിൽ നിന്ന് ഭരണം നടത്തുന്നവർ തയ്യാറാക്കി നൽകുന്ന കുറിമാനം സ്വരവർദ്ധിനി എന്നൊരു ഉപകരണത്തിലൂടെ ആ ഭരണകർമ്മി വായിക്കും. ഉച്ചഭാഷിണി അത് ഏറ്റുപിടിച്ച് അദ്ദേഹത്തിന്റെ പ്രജകളുടെ കാതുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കെ തന്റെ മുന്നിലിരുന്ന കുറിമാനം വലിയൊരു കാറ്റ് വന്നൊരിക്കൽ പറത്തിക്കൊണ്ടുപോയി. സ്വന്തം നിലയിൽ ഒന്നും പറയാൻ അവകാശമില്ലാത്ത ആ വ്യാജ ഭരണാധികാരി നിമിഷ നേരം കൊണ്ട് സ്വരവർദ്ധിനിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചങ്ങോട്ടിച്ചു, കോഴിയെ കൊല്ലുന്ന പോലെ. അതായത് സ്വന്തം പരിമിതിയെയും പ്രതിസന്ധിയെയും മറികടക്കാനും അതുപോലെ തന്നെ പ്രജകളുടെ ശ്രദ്ധ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് പതിയാതിരിക്കാനും നശീകരണ ബുദ്ധി പുറത്തെടുക്കുന്ന ഒരു വ്യക്തി, ഒരു ഭരണാധികാരി ആ രാജ്യത്തിന് എത്രത്തോളം
ഭീഷണിയാവും. ഇപ്പോൾ കുറിമാനമേ പറന്നുപോയുള്ളൂ. സ്വന്തം മാനം തന്നെ പാറിപ്പോകുമെന്ന ഘട്ടം വന്നാൽ, അല്ലെങ്കിൽ അതിലും വലിയൊരു പ്രതിസന്ധിയിൽ അയാൾ പെട്ടുപോയാൽ, അതിനേക്കാൾ വലിയൊരു ദുരന്തം കൊണ്ട് സ്വന്തം പ്രതിസന്ധിയെ മറികടക്കാൻ അയാൾ പരിശ്രമിക്കില്ലേ? സ്വന്തമായി ഒരു ദുരന്തം ഉൽപ്പാദിപ്പിച്ചോ അതല്ലെങ്കിൽ ഉണ്ടായ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ടോ ആ ദുരന്തത്തിന് പരിഹാരം കാണാതെ ആ ദുരന്തത്തെ സമർത്ഥമായി തൻ്റെ പ്രശ്നങ്ങൾ മറികടക്കാൻ ഉപയോഗിച്ചോ തീർച്ചയായിട്ടും നേട്ടം കൊയ്യാൻ അങ്ങനെ ഒരാൾ ശ്രമിക്കില്ലേ? അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു മരമന്നൻ എത്രത്തോളം ആ നാടിന് ഭീഷണിയാവും? സ്വന്തം നേട്ടത്തിനായി എന്ത് നശീകരണത്തിനും തയ്യാറാവുന്ന ഒരു ദുരന്ത പുരുഷൻ നാടിന് നൽകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും. ദുരന്തങ്ങളെപ്പോലും സ്വാർത്ഥ ബുദ്ധിയോടെ അയാൾ സ്വന്തം നേട്ടത്തിനായി പരിചയമോ മറയോ ആക്കില്ലേ? അത്തരമൊരു സന്ദർഭത്തിൽ ആ ദുരന്ത പുരുഷൻ സൃഷ്ടിക്കുന്ന നാശകർമ്മങ്ങളുടെ പ്രത്യാഘാതത്തെ ലഘൂകരിച്ചുകൊണ്ട് ആ നാടിനെ രക്ഷിക്കാൻ അഖില ലോക ദുരന്ത പ്രത്യാഘാത നിവാരകനായിട്ടുള്ള ചുരുളി കണ്ണീർ കുടിയന്റെ പക്കൽ എന്തുപായമുണ്ട്? എന്തുപദേശമാണ് ആ നാടിന് അദ്ദേഹത്തിന് നൽകാനായിട്ടുള്ളത്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തായാലും ഒന്നുറപ്പാണ്, ഒരു ഭൂലോക ദുരന്തത്തിന് നന്ദി പ്രകാശനവും ദുരന്താസന പൂജയും നടത്തുന്ന ഒരാൾ ഒരിക്കലും ദുരന്ത നിവാരകനാവില്ല. അയാളൊരു ദുരന്ത നിർമ്മാണ സഹായി മാത്രമാവും. സ്വാർത്ഥ നേട്ടത്തിനായി ദുരന്തത്തെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ദുരന്ത നിർമ്മാണ സഹായി. വിഡ്ഢികൾ വിവരം കെട്ടവനെ വിജ്ഞാനിയായ വീരനായി വാഴിക്കും. അത് വിഡ്ഢിത്തത്തിന്റെ കരുത്താണ്, ശക്തിയാണ്. അത് വിഡ്ഢികളുടെ അവകാശമാണ്. അതറിയാവുന്നത് കൊണ്ട് പ്രബുദ്ധ കേരളം ഇവനെയൊക്കെ ചുമക്കുന്നതിൽ പോങ്ങന് അമർഷമല്ലാതെ അതിശയമൊന്നുമില്ല. അത്രമാത്രം. ദുരുദ്ദേശമോ സ്വാർത്ഥ ബുദ്ധിയോ കൂടാതെ വളരെ ആത്മാർത്ഥമായി സേവന പ്രവർത്തനം നടത്തിയിരുന്ന മനുഷ്യരെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും തുരത്തിയെന്ന് കേട്ടു. നിങ്ങളത് കേട്ടോ? കേട്ടെങ്കിൽ എന്താണ് അതിന്മേലുള്ള അഭിപ്രായം? ആ നീക്കത്തിന് പിന്നിൽ അധികാരികൾ പ്രവർത്തിപ്പിച്ച ബുദ്ധി എന്തുതരം ചിന്തയിൽ നിന്നുള്ളതാണ്? ഒന്ന് പറയാമോ? പോകാൻ അറിയാനൊരു ആഗ്രഹം. വിമർശനം പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വിമർശന ബുദ്ധിയോടുകൂടി ഈ ദുരന്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെയൊക്കെ കേസിലാക്കപ്പെടുത്തു എന്നാണ് പറയുന്നത്. പോകൻ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരബുദ്ധിയുള്ള സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ബഹുമാനപ്പെട്ട കോടതികളെ മാനിക്കുന്നു, ഈ മഹാരാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ അപ്രിയമായിട്ടുള്ള, അമാന്യമായിട്ടുള്ള, സ്വാർത്ഥ ബുദ്ധി നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ, അനീതി ഒക്കെ നടക്കുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ പങ്കിടാനുള്ള അവകാശം എനിക്കുണ്ട്. അതെന്റെ തോന്നൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹജീവികൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളും. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ, എൻ്റെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ അതെന്റെ സഹജീവികളോടല്ലാതെ ഞാൻ ആരോടാണ് പങ്കുവയ്ക്കുക? ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? അതാണ് എൻ്റെ മനസ്സിലാക്കൽ. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ ഭരിക്കാനല്ല. ജനങ്ങൾക്ക് മേൽ ഒരു തരം നിയന്ത്രണവും ആവശ്യമില്ലാതെ അനാവശ്യമായി ഏർപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. ഒരു ഭരണാധികാരി ഒരു സേവകനും അവകാശമില്ല. നിയമസഭയിൽ നിന്ന് ഞാൻ രാജാവല്ല ദാസനാണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റു പറയുന്നതിനകത്തല്ല മിടുക്കെന്ന് പറയുന്നത്. ഒരു ഭരണാധികാരിക്ക് കാര്യപ്രാപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ദുരന്ത സമയത്ത് പിച്ചപാത്രം എടുക്കുകയല്ല ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? കാര്യങ്ങൾ നടക്കട്ടെ. എത്രയോ മനുഷ്യർ അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പ്രയാസമുള്ളവർക്ക് ഇപ്പോൾ സാധനമാണ് ആവശ്യമുള്ളത്, അതെല്ലാം അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരും സഹായിക്കരുത്, എനിക്ക് തരണം തുക, ഞാൻ കൊടുക്കും എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഗ്രാമങ്ങളിലെ നാൽക്കവലകളിൽ കൊച്ചുപിച്ചാത്തിയുമായിട്ട് നിൽക്കുന്ന ഗുണ്ടാപിരിവാണ് ഓർമ്മ വരുന്നത്. കൊച്ചുപിച്ചാത്തി നീട്ടിക്കൊണ്ട് ഇങ്ങോട്ട് താടാ, ഞാൻ കൊടുത്തോളാം അവനുള്ള സഹായം എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ രീതിയിലല്ല ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് ആ ബുദ്ധിയോടുകൂടിയല്ല. ഇവിടെ കൊച്ചുപിച്ചാത്തിക്ക് പകരം ന്യായ സംഹിതയാണ് ഇരിക്കുന്നതെന്ന് മാത്രം. നിയമം ഒരു ആയുധമായിട്ടല്ല ജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കേണ്ടത്.